ഇന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് നാട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കാൻ പോയി. അങ്ങനെ ഞാൻ തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന ഒരു വീട്ടിലെത്തി. അവിടെ ചെന്ന് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അതൊന്നും വേണ്ട, പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ലെവൽ ഇന്റർവ്യൂ കഴിഞ്ഞ് അവരെന്നെ ജോലിക്കെടുത്തു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒന്നുമില്ല. സ്ഥലത്തിന്റെ ഓണർ ഉടനെ തൂമ്പേങ്ങണ്ട് വന്നു. പിന്നെ ഞാനും അവർ 20 പേരും പണിസ്ഥലത്തേക്ക് കടന്നു. ഈ കാർഡ് വെട്ടി തെളിക്കണം, വെരി ഈസി. എന്റെ ടീമിനെ കണ്ടപ്പോൾ ഇതെല്ലാം വളരെ ഈസി ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജോലിക്കിടയിലും ഞാൻ ഓടി നടന്ന് ചിലരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു. 70-80 വയസ്സുള്ള അമ്മച്ചിമാരും കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും ജോലി സ്ഥലത്ത് ഹാപ്പിയാണ്. വർക്ക് സ്ട്രെസ് ഇല്ല, ബോസ് ഇല്ല, റേറ്റിംഗ് ഇല്ല. 9 മണി തൊട്ട് 4 മണി വരെ സമാധാനമുള്ള ജോലി. ഈ അപ്പൂപ്പൻ ഇവിടുത്തെ ചോക്ലേറ്റ് ബോയ് ആണ്, ഒരേ ഒരു ആൺതരി. അങ്ങനെ 2 മണിക്കൂർ പണിതപ്പോൾ ഫസ്റ്റ് ബ്രേക്കായി. വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക്. എല്ലാവരും കുറേ കഥ പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ കേട്ടിരുന്നു. പിന്നെ വീണ്ടും പണി. നല്ല അധ്വാനമുള്ള ജോലി, നല്ലോണം വേർത്തു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ വെട്ടിത്തെളിച്ചു. പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് പല ടേസ്റ്റുള്ള ഒരുപാട് കറികൾ. അത് കഴിഞ്ഞൊരു മയക്കം. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഈ അമ്മച്ചി എല്ലാവർക്കും പെസഹ അപ്പം തന്നു. അതും തിന്ന് വീണ്ടും പറമ്പിലേക്ക്. ഇനി മഴക്കുഴികൾ ഉണ്ടാക്കലാണ് അടുത്ത പണി. ഒരാഴ്ച ജിമ്മിൽ പോയാലും ഈ എഫക്റ്റ് കിട്ടില്ലായിരിക്കും. എല്ലുമുറിയെ പണിയെടുത്തു. അതോടുകൂടി ഇന്നത്തെ പണി കഴിഞ്ഞു. ചേച്ചിമാരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു. വീഡിയോസൊക്കെ അവർക്ക് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കയ്യും കാലും ടൂൾസൊക്കെ കഴുകി കട്ടനും കുടിച്ചു. പണിയെടുത്തതിന് 369 രൂപ കൂലിയും കിട്ടി. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. വല്ലാത്തൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. ആൾക്കാരൊക്കെ കാണട്ടെ പണിയണേ. പ്രായമായിട്ടും കഷ്ടപ്പെട്ട് പണിയെടുത്തല്ലേ ജീവിക്കണേ. വീഡിയോ എടുത്തിട്ടുണ്ട്, അതറിയണ എല്ലാവരും. പണിയെടുക്കാൻ തയ്യാറാവണം. ഇന്ന് ഫേമസ് ആക്കും. ബൈ ബൈ. ടാറ്റ ടാറ്റ. ആ അല്ല, ശരി ടാറ്റ. ബൈ 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 ബൈ. എന്റെ പണിയൊക്കെ ഇഷ്ടായില്ലേ?